thebordofamindcom-ലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, thebordofamindcom. അജ്മൽ വർഷങ്ങളായിട്ട് ശ്രദ്ധയോടെ ഒരുക്കുന്ന ഒരു സ്പേസാണത്. അദ്ദേഹത്തിന്റെ ചിന്തകളും കലയും പിന്നെ കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവയ്ക്കുന്ന ഒരിടം. ശരിയാണ്, ഒരു ഡിജിറ്റൽ സങ്കേതം എന്ന് പറയാം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് പേഷ്യൻസ് ആൻഡ് ആൻഡിക്കേറ്റഡ് റെലിക് എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. ക്ഷമ, കാലഹരണപ്പെട്ട ഒരു തിരുശേഷിപ്പ്. അതെ, ആ തലക്കെട്ട് തന്നെ എന്താ പറയാ, ഒന്ന് നിർത്താൻ പ്രേരിപ്പിക്കുവല്ലേ. ക്ഷമ ശരിക്കും കാലഹരണപ്പെട്ടോ എന്നാണോ, അതോ ഇന്നത്തെ ലോകം അതിനെ അങ്ങനെ കാണുന്നു എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതൊരു നല്ല പോയിന്റാണ്. ശരിക്കും അജ്മൽ നിരീക്ഷിക്കുന്നത് അതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ക്ഷമയൊക്കെ ഒരു പഴയ ആശയം പോലെയാണ് പലർക്കും. ഓക്കെ, എല്ലാം പെട്ടെന്ന് നടക്കണം, ഫാസ്റ്റ് ഫുഡ്, ഇൻസ്റ്റന്റ് റിസൾട്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് വൈകിയാൽ മതി, നമുക്ക് അസ്വസ്ഥതയായി. അത് ശരിയാണ്. ആ ഒരു വേഗതയുടെ എന്താ പറയാ, ഒരു സമ്മർദ്ദം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ഒരു വേഗതയുടെ സംസ്കാരത്തെയാണ് അജ്മൽ ആദ്യം ഒന്ന് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അജ്മൽ പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മനോഹരമായവ സമയമെടുക്കുമെന്ന്. തീർച്ചയായും, ഒരു റോസാപ്പൂവ് വിരിയുന്നത് പോലെ അല്ലേ, അല്ലെങ്കിൽ ഒരു വിത്ത് പതിറ്റാണ്ടുകൾ കൊണ്ട് വലിയൊരു മരമായി മാറുന്നത് പോലെ. ആ ഒരു കാത്തിരിപ്പിന് ഒരു മാന്ത്രികതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാത്തിരിപ്പ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷമ എന്ന് പറയുമ്പോൾ അജ്മലിന്റെ കാഴ്ചപ്പാടിൽ അത് വെറുതെ ഇരിപ്പല്ല. അതെ, നിഷ്ക്രിയത്വമല്ല. അല്ല, അതൊരു എന്താ പറയാ, വളരെ സജീവമായ, നമ്മൾ ശ്രദ്ധയോടെ വളർത്തിയെടുക്കേണ്ട ഒരു മനോഭാവമാണ്. ഓരോ നിമിഷത്തെയും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനുള്ളൊരു കഴിവ്. ഓക്കെ, അപ്പൊ അതൊരു തരം ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു അവബോധം പോലെയാണോ? ഒരു തരത്തിൽ അതെ. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ അധികം വേവലാതിപ്പെടാതെ ഈ നിമിഷത്തിൽ ശ്രദ്ധയോടെ ഇരിക്കുക. ഈ കലാകാരന്റെ ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഒരു സൃഷ്ടിക്ക് വേണ്ട സമയം കൊടുത്ത് ശ്രദ്ധയോടെ ചെയ്യുന്നത് പോലെ. കൃത്യമായി. ആ താരതമ്യം വളരെ നല്ലതാണ്. അപ്പൊ എപ്പോ പ്രവർത്തിക്കണം, എപ്പോ ഒന്ന് കാത്തിരിക്കണം എന്ന് തിരിച്ചറിയുന്ന ഒരു സ്വാഭാവികമായ കഴിവ് വരുമെന്നാണോ? അതെ. ഒരു ശില്പി കല്ലിന്റെ സ്വഭാവം അറിഞ്ഞു കൊത്തുന്നത് പോലെ ജീവിതത്തിലെ ഓരോന്നിന്റെയും ആ സ്വാഭാവിക വേഗതയെ മാനിക്കാൻ പഠിക്കുക. എപ്പോ മുന്നോട്ട് പോകണം, എപ്പോ ഒന്ന് താളം കുറയ്ക്കണം എന്നൊരു തിരിച്ചറിവ്. ആ ഒരു വിവേകം ക്ഷമയിലൂടെ കിട്ടുമെന്നാണ് അജ്മൽ പറയുന്നത്. വെറുതെ തിരക്കുകൂട്ടുന്നത് കൊണ്ടായില്ല. ഇത് കേൾക്കുമ്പോൾ രസമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം എപ്പോഴും കൂടുതൽ വേഗം, കൂടുതൽ നേടൂ എന്നാണല്ലോ പറയുന്നത്. ശരിയാണ്. അപ്പോ അജ്മലിന്റെ ഈ കാഴ്ചപ്പാട് ജീവിതത്തിന്റെ ഒഴുക്കിനൊത്തു പോകാനും ചിലപ്പോ അപ്രതീക്ഷിതമായ കാര്യങ്ങളെ സമാധാനത്തോടെ കാണാനും സഹായിക്കുമെന്നാണോ? അതെ, അതുതന്നെയാണ് ഇതിലെ പ്രധാന ആശയം. ജീവിതത്തിലെ കയറ്റിയിറക്കങ്ങളെ എന്താ പറയാ, ചെറുത്തു നിൽക്കാതെ അതിനെ ഒരുവിധം അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ ക്ഷമ സഹായിക്കും. പ്രകൃതിയുടെ താളം പോലെ. അതെ, പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കുന്നത് പോലെ ഋതുക്കൾ മാറുന്നത് നമ്മൾ സ്വീകരിക്കുന്നില്ലേ? അതുപോലെ ജീവിതത്തിലെ മാറ്റങ്ങളെയും കുറച്ചുകൂടി ശാന്തമായി സമീപിക്കാൻ ഈ മനോഭാവം സഹായിക്കും. അനിശ്ചിതത്വങ്ങളെ ഭയക്കാതെ അതിനെ ഒരു വളർച്ചയുടെ ഭാഗമായി കാണാൻ. ഒരു പക്ഷേ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ബ്ലോഗ് പോസ്റ്റിലൂടെ അജ്മൽ പറയുന്നത് ക്ഷമ എന്നത് വെറുതെ കാത്തിരിക്കാനുള്ള കഴിവല്ല, അല്ല, മറിച്ച് ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ജീവിക്കാനും ജീവിതത്തിന്റെ ആ സ്വാഭാവിക താളത്തെ അംഗീകരിക്കാനുമുള്ളൊരു വഴി കൂടിയാണ്, കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങൾക്ക്. വ്യക്തിഗത വളർച്ച, പ്രകൃതി, അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാണാം. എഴുത്ത് മാത്രമല്ല, നല്ല ചിത്രങ്ങളുണ്ട്, ഫോട്ടോഗ്രാഫി, മറ്റ് ദൃശ്യാനുഭവങ്ങളുമുണ്ട്. എല്ലാം അദ്ദേഹത്തിന്റെ യാത്രകളുടെയും ചിന്തകളുടെയും ഒക്കെ ഭാഗമാണ്. അപ്പോ ഈ ചർച്ച കേട്ടിട്ട് അജ്മലിന്റെ ആ ലോകം കൂടുതൽ അടുത്തഴിയാൻ താല്പര്യം തോന്നുന്നവർക്ക് thebordofamindcom സന്ദർശിക്കാവുന്നതാണ്. അവിടെ ഈ എഴുത്തുകളും ചിത്രങ്ങളും പിന്നെ ഈ ആശയങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പോഡ്കാസ്റ്റുകളും ലഭ്യമാണല്ലേ? ലഭ്യമാണ്, എല്ലാം അവിടെയുണ്ട്. അജ്മലിന്റെ ചിന്തകളിലൂടെയുള്ള ഞങ്ങളുടെ ഈ യാത്ര തുടരും. അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. തീർച്ചയായും. അപ്പോ പോകുന്നതിന് മുമ്പ് ശ്രോതാക്കൾക്കായി ഒരു ചെറിയ ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം. പറയൂ. ഇത്രയധികം വേഗതയും തൽക്ഷണ ഫലങ്ങളുമൊക്കെ ആവശ്യപ്പെടുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ അല്പം കൂടി ക്ഷമ കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ക്ഷമ പരിശീലിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.